പുഴയിൽ വസ്ത്രം ഒഴുക്കുന്നത് തെറ്റാണ്, 100% തെറ്റാണ്. പുതിയ പുതിയ ദുരാചാരങ്ങൾ ആരംഭിക്കുന്നത് ശരിയല്ല. ഒഴുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് ഇപ്പുറത്തൊരാൾ തുടങ്ങുക, പിടിക്കുക, അലക്കുക, ഇസ്തിരി ഇടുക, വിൽക്കുക, ചില്ലാന ഉണ്ടാക്കുക. അല്ലാതെ പുഴയിൽ ഒഴുകാൻ സമ്മതിക്കരുത്. ഒരു പുഴയിലും വസ്ത്രമൊഴുക്കുന്നത് ആശാസ്യമല്ല. കാരണം നമ്മുടെ ഭാരതീയമായ സങ്കല്പം അനുസരിച്ച് നമ്മൾ ജലാശയങ്ങളെ മുഴുവൻ ഭഗവതിയായിട്ടാണ് കാണുന്നത്. ആപോവൈ ദേവത, ജലം ദേവതയാണ്. ജലം ദേവതയാണെങ്കിൽ എല്ലാ നദികളെയും നമ്മൾ ഗംഗാ മാതാവായിട്ടാണ് കാണുന്നത്. അവിടെ വസ്ത്രം തുടങ്ങിയവ ഇട്ട് അതിനെ മലിനമാക്കുന്നത് ഒരു ഭക്തിയുടെയും ഭാഗമല്ല, താന്തോന്നിത്തമാണ്. ഈ ചെയ്യുന്നവരത് താന്തോന്നിത്തായിട്ടല്ല ചെയ്യണത്, അവർ പാവങ്ങൾ വിശ്വാസം കൊണ്ടാണ് ചെയ്യണത്. ഇതുകൊണ്ടെന്തോ ഗുണം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ്. അപ്പോഴാണ് പറയണത്, അവരോട് ഒഴുക്കണ്ടെന്ന് പറയുന്നതിന് പകരം പുതിയത് ഒഴുക്കാൻ പറയുക. എന്തെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വിലയുള്ള വസ്തു വേണം ഉപേക്ഷിക്കുക എന്ന് പറയുക. എന്നിട്ട് ഒഴുക്കണത് ഇപ്പുറത്ത് പിടിക്കാൻ ഏർപ്പാട് ചെയ്യുക. എത്ര പേർക്ക് ഉപയോഗമാവും? നല്ലോണം അലക്കുക, ഇസ്തിരി ഇടുക, എന്നിട്ട് അത് ഒന്നുകിൽ ആവശ്യമുള്ള അത് ഉപയോഗിക്കുന്ന തരം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പദ്ധതി ആരംഭിക്കാം? ഈ എതിർക്കുന്ന സോഷ്യൽ മീഡിയക്കാർക്ക് പോസിറ്റീവായിട്ട് ചെയ്തുകൂടെ? ഒരു പരീക്ഷണം, വളരെ വിജയകരമായൊരു പരീക്ഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചൗഹാൻജി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണല്ലോ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവരവിടെ ഒരു പദ്ധതി ചെയ്തു. ഈ പദ്ധതി വലിയൊരു ഷീറ്റ് കൊണ്ടൊക്കെ വലിയൊരു ഷെഡ് റോഡ് സൈഡിൽ വീതിയുള്ള സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ ആവശ്യമുള്ളവർക്ക് അവർക്ക് സമൂഹത്തിന് പങ്കുവെക്കാൻ കഴിയുന്ന വസ്തുക്കൾ കൊണ്ടുവയ്ക്കാം. ആ വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് എടുത്തു കൊണ്ടുപോവാം. ഒരു വ്യവസ്ഥ വെച്ചു. അത്ര വിജയമാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇവരൊക്കെ വിചാരിച്ചത് ആദ്യം ആരെങ്കിലും തുണി കൊണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം വൃത്തിയിൽ വെടിപ്പിൽ വേണം കൊണ്ടാക്കുക. അഴുക്ക് തുണിയൊന്നും കൊണ്ടാക്കരുത്. അത് നോക്കാൻ ആളുണ്ട്. അങ്ങനെ അലക്കി തേച്ച് ഇസ്തിരിയിട്ട് ആൾക്കാർ സാരി, പാൻസ്, ഷർട്ട്, കോട്ട് എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. ആവശ്യമുള്ള പാവങ്ങൾ അതെടുക്കാൻ തുടങ്ങി. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ടെലിവിഷൻ സെറ്റ്, പല വസ്തുക്കൾ, ഒന്നിലധികം ടി വി വീട്ടിലുള്ളവർ ഒരു ടി വി കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. സുഖമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും, ഒരു കേടുമില്ലാത്തതാണ്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ആവശ്യമില്ലാത്തത് അധികം കിട്ടി, അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. പുതിയ പാത്രങ്ങൾ, പുത്തൻ പാത്രങ്ങൾ, എത്ര ഗുണകരമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കഴിയുന്ന രീതിയിൽ ജലാശയത്തെ മലിനമാക്കരുത് എന്നുള്ള സന്ദേശം കൊടുക്കുക. ഒരു കാരണവശാലും വസ്ത്രം തുടങ്ങിയവ ജലാശയത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുള്ള വോളണ്ടിയറായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. എന്ന് പറഞ്ഞാൽ ഈ പറയണെല്ലാം ചെയ്യാൻ ഒരാളുണ്ടെന്ന് വിചാരിക്കരുത്. ഇന്നൊരാൾ ആശ്രമത്തിൽ വന്നിരുന്നു, അയാളുടെ ഒരു പ്രൊജക്റ്റും കൊണ്ട് സ്വാമി ഇത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. സ്വാമിയുടെ പ്രസംഗത്തിന് ഉത്തേജനം ഉൾക്കൊണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യണത് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മേഖല വേറെയാണ്. ആശയങ്ങൾ നമുക്ക് കൊടുക്കാം. പ്രവർത്തിക്കാൻ വോളണ്ടിയർ വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് നാളെ സന്തോഷമായിട്ട് അതിൻ്റെ ഫലം കാണാൻ പറ്റും.